നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണ് നമ്മൾ സ്നേഹിച്ച ഒരാളെ നഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കള്, മുത്തശ്ശൻ, മുത്തശ്ശി, കുടുംബത്തിലെ മുതിർന്നവർ എന്നിവരുടെ വേർപാട് പലപ്പോഴും നമുക്ക് ഒരിക്കലും നികത്താനാവാത്ത ഒരു ശൂന്യത സമ്മാനിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്: അവർ നമ്മെ വിട്ടുപോയതിനു ശേഷം നമ്മളെ കാണുന്നുണ്ടോ? നമ്മളെക്കുറിച്ച് അറിയുന്നുണ്ടോ? അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എങ്ങനെ അറിയിക്കും? പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും ആത്മീയ ഗ്രന്ഥങ്ങളിലും പിതൃലോകത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ കാണാം. ചിലർ വിശ്വസിക്കുന്നത് നമ്മുടെ പിതൃക്കൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾക്ക് സൂചനകൾ നൽകുമെന്നാണ്. ഇന്ന് അത്തരത്തിൽ പലരും അനുഭവിച്ചതായിട്ട് പറയുന്ന 12 പ്രധാന സൂചനകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനത്തെ ചില സൂചനകൾ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 12 സൂചനകൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മരിച്ചുപോയ പിതൃക്കള് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ള മാർഗമായി പറയപ്പെടുന്നത് സ്വപ്നങ്ങളാണ്. സാധാരണ സ്വപ്നങ്ങളും ഇത്തരം സ്വപ്നങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത്തരം സ്വപ്നങ്ങളിൽ അവർ വളരെ വ്യക്തമായി പ്രത്യക്ഷപ്പെടും. അവരുടെ മുഖം, ശബ്ദം, വസ്ത്രം എല്ലാം വളരെ തെളിഞ്ഞതായിരിക്കും. ചിലപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കും, ചിലപ്പോൾ അനുഗ്രഹിക്കും, ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകും. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ശേഷവും ആ അനുഭവം മനസ്സിൽ വ്യക്തമായി നിലനിൽക്കും. അത് വെറും സ്വപ്നമായിരുന്നില്ല എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട്. ഇനി രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് അവരുടെ പ്രിയപ്പെട്ട ഗന്ധം അപ്രതീക്ഷിതമായിട്ട് അനുഭവപ്പെടുക എന്നതാണ്. നിങ്ങളുടെ പിതാവ് ഉപയോഗിച്ചിരുന്ന സുഗന്ധം, അമ്മ ഉപയോഗിച്ചിരുന്ന ചന്ദനത്തിന്റെ മണം, മുത്തശ്ശൻ പൂജയ്ക്കായി ഉപയോഗിച്ചിരുന്ന അഗർബത്തിയുടെ ഗന്ധം, ഇവയൊന്നും അടുത്തില്ലെങ്കിലും പെട്ടെന്ന് ആ ഒരു ഗന്ധം അനുഭവപ്പെടുന്ന സാഹചര്യം ചിലർ വിവരിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരെ ഓർക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വലിയൊരു തീരുമാനമെടുക്കാൻ പോകുന്ന സമയങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ടെന്ന് ചിലർ പറയുന്നു. ആ ഗന്ധം ഏതാനും നിമിഷങ്ങൾ മാത്രം നിലനിൽക്കുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ സൂചന അവരുടെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നുക എന്നതാണ്. ചില സമയങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരോ പേര് വിളിച്ചതുപോലെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പിതാവിന്റെ ശബ്ദം പോലെ, അമ്മയുടെ ശബ്ദം പോലെ ഒരു നിമിഷം വ്യക്തമായി കേട്ടതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇത് പലരും പങ്കുവയ്ക്കുന്ന അനുഭവമാണ്. ഇത് ഭയപ്പെടേണ്ട കാര്യമല്ലെന്ന് ആത്മീയ വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. മറിച്ച് അവർ നിങ്ങളെ ഓർക്കുന്നുവെന്നോ അനുഗ്രഹിക്കുന്നുവെന്നോ കരുതുന്നവരുമുണ്ട്. ചില ഘട്ടങ്ങളിൽ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിലൊരു ദുഃഖമുണ്ടാവുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെയൊരു വിളി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർവികരുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവർ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. ഇതാണ് മൂന്നാമത്തെ സൂചന എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ സൂചന എന്ന് പറയുന്നത് പക്ഷികളിലൂടെയുള്ള സന്ദേശങ്ങളാണ്. നമ്മുടെ പൂർവികർ പ്രകൃതിയെ വെറുമൊരു പ്രകൃതിയായി മാത്രം കണ്ടിരുന്നില്ല. അവർ പ്രകൃതിയിലെ ഓരോ സംഭവത്തിനും ഒരു ആത്മീയ അർത്ഥമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷികൾ, മൃഗങ്ങൾ, മരങ്ങൾ, നദികൾ, കാറ്റ് എന്നിവയെല്ലാം ദൈവികമായിട്ടുള്ള സന്ദേശങ്ങളുടെ വാഹകരായി അവർ കണക്കാക്കിയിരുന്നു. അത്തരത്തിൽ മരിച്ച പിതൃക്കളുടെ സാന്നിധ്യവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തപ്പെടുന്ന ജീവിയാണ് കാക്ക. ഹൈന്ദവ വിശ്വാസപ്രകാരം പിതൃക്കളും കാക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ശ്രാദ്ധ ദിനങ്ങളിലും അമാവാസി ദിവസങ്ങളിലും പിതൃബലി നൽകുമ്പോൾ ആദ്യം കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്ന ആചാരം നിലനിൽക്കുന്നത്. നമ്മുടെ വീട്ടില് പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആഹാരം കാക്ക വന്ന് സ്വീകരിക്കുമ്പോൾ അത് പിതൃക്കളുടെ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാക്കകളെയും ഒരു അത്ഭുതമായി കാണേണ്ടതില്ല. കാരണം കാക്ക ഒരു സാധാരണ പക്ഷിയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ചില സംഭവങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ഒരു പ്രത്യേക അനുഭവം സൃഷ്ടിക്കാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ മുത്തച്ഛനെ കുറിച്ചോ മുത്തശ്ശിയെ കുറിച്ചോ ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കാക്ക വന്ന് ജനലിൽ ഇരിക്കുന്നു.
അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്ത് വന്ന് അസാധാരണമായിട്ട് ശബ്ദമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ സാധാരണയായി ഒരിക്കലും വരാത്ത സ്ഥലത്ത് വന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് കുറേ നേരം നിൽക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഒരു ആത്മീയ സന്ദേശമാണോ എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തരം നിമിഷങ്ങൾ പലർക്കും അവരുടെ പിതൃക്കളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാക്ക മാത്രമല്ല, ചിലർക്ക് പ്രാവുകളിലൂടെയും, ചിലർക്ക് ചിത്രശലഭങ്ങളിലൂടെയും, ചിലർക്ക് മറ്റ് പക്ഷികളിലൂടെയും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഒരു ഉദാഹരണം ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി തന്റെ അമ്മയുടെ മരണശേഷം വളരെ വിഷമത്തിലാണ്. ഒരു ദിവസം അമ്മയുടെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ചിത്രശലഭം ജനലിലൂടെ അകത്തേക്ക് വരുന്നു. അത് മുറിക്കുള്ളിൽ കുറച്ചു സമയം ചുറ്റിക്കറങ്ങി പിന്നീട് പുറത്തേക്ക് പറന്നു പോകുന്നു. ഇത് വെറും യാദൃശ്ചിക സംഭവമാണോ? എന്നാൽ ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു വലിയ ആശ്വാസമായി മാറുമത്. അമ്മ എന്നെ കാണാൻ വന്നതായിരിക്കുമോ എന്ന ചിന്ത അദ്ദേഹത്തിന് മനസമാധാനം നൽകും. ഇത്തരം അനുഭവങ്ങളുടെ യഥാർത്ഥ ശക്തി അവയുടെ ആത്മീയാർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് അവ മനുഷ്യന്റെ മനസ്സിന് നൽകുന്ന ആശ്വാസത്തിലാണ്. കാരണം നമ്മളെ സ്നേഹിച്ച ഒരാൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ അവരുടെ ഓർമ്മകൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല എന്നതാണ് സത്യം, അല്ലെ? അവർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പക്ഷിയെ കാണുമ്പോൾ പോലും നമുക്ക് അവരുടെ സാന്നിധ്യം അനുഭവപ്പെടാം. അപ്പോൾ പിതൃക്കന്മാരുടെ ഒരു അനുഗ്രഹം നമുക്ക് കാട്ടിത്തരുന്ന സൂചനകൾ അതൊരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട്, അല്ലാതെ കാണാതെ പോകാനായിട്ട് പാടില്ല. ചില ഘട്ടങ്ങളിൽ നമ്മൾ തളർന്നിരിക്കുമ്പോൾ ഒരു ആശ്വാസമായിട്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ വരുന്ന ഇതുപോലുള്ള സൂചനകളെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 5ാമത്തെ സൂചനയെ കുറിച്ചാണ് പറയുന്നത്. ഒരേ സംഖ്യകൾ വീണ്ടും വീണ്ടും കാണുക. നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അവയെ വെറും യാദൃശ്ചികതയായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമായി പറയാനും സാധിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഒരേ സംഖ്യകൾ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊബൈൽ എടുത്ത് സമയം നോക്കുമ്പോൾ 11:11, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സമയം നോക്കുമ്പോൾ അതേ 11:11 തന്നെ കാണുകയാണ്. പിന്നീട് ഒരു വാഹനത്തിന്റെ നമ്പറിൽ അതേ സംഖ്യ, അല്ലെങ്കിൽ ഒരു ബില്ലില്, ഒരു ടോക്കണില്, ഒരു ഫോൺ നമ്പറില്, ഒരു രസീതില് വീണ്ടും വീണ്ടും അതേ സംഖ്യകൾ കാണുകയാണ്. 222, 333, 444, 777, 999, ഇങ്ങനെ ഒരേ നമ്പറുകൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും യാദൃശ്ചികമല്ല. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതേ സംഖ്യകൾ കാണുന്നത്? ആത്മീയ വിശ്വാസങ്ങളിൽ ഇത്തരം സംഖ്യകളെ ചിലർ പ്രത്യേക സന്ദേശങ്ങളായിട്ട് കണക്കാക്കാറുണ്ട്. പിതൃക്കൾ നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതത്തിലെ ചില ചെറിയ സൂചനകളിലൂടെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിശ്വാസം. ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു തീരുമാനവും ശരിയായി എടുക്കാൻ സാധിക്കുന്നില്ല, മനസ്സിൽ സമാധാനമില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ 11:11 എന്ന സമയം കാണാൻ തുടങ്ങുന്നു. അത് ഘടികാരത്തിലാകാം, മൊബൈലിലാകാം, മറ്റേതെങ്കിലും രീതിയിലാകാം. ക്രമേണ അദ്ദേഹത്തിന് ഒരു തോന്നൽ വരും, ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒരു ശക്തി എന്നെ നോക്കുന്നുണ്ട്. ആ ചിന്ത അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകും. അത് നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. കാരണം ഇത് നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? നമ്മുടെ പൂർവികർ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ ചില സംഭവങ്ങൾ നമ്മളെ നിർത്തി ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരേ സംഖ്യകൾ വീണ്ടും വീണ്ടും കാണുന്നതും അത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കാം. നിങ്ങൾ മറന്നുപോയ പ്രാർത്ഥനകളിലേക്ക് തിരികെ പോകേണ്ട സമയമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെ കൂടുതൽ സ്മരിക്കേണ്ട സമയമായിരിക്കാം. ചിലർ പറയാറുണ്ട്, അവരുടെ പിതാവിന്റെ മരണവാർഷികത്തോട് അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും വീണ്ടും പ്രത്യേക സംഖ്യകൾ കാണാറുണ്ടെന്ന്. മറ്റു ചിലർ പറയുന്നത് അവരുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരേ സംഖ്യ പല സ്ഥലങ്ങളിലും കാണാറുണ്ടെന്നാണ്. ഇവയെല്ലാം ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങളാണ്. അവ ശരിയോ തെറ്റോ എന്ന് വിധിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ആത്മീയ അനുഭവങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ അനുഭവങ്ങളാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം സംഭവങ്ങൾ നമ്മെ നമ്മുടെ പിതൃക്കളെ ഓർക്കാൻ പ്രേരിപ്പിക്കുന്നു, അവരുടെ സ്നേഹം ഓർക്കാൻ പ്രേരിപ്പിക്കുന്നു, അവർ നമ്മളെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ ഓർക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരേ സംഖ്യകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. അതിനെ ഒരു നിമിഷം നിർത്തി ചിന്തിക്കാനുള്ള അവസരമായി കാണുക.
നിങ്ങളുടെ പിതൃക്കളെ മനസ്സിൽ സ്മരിക്കുക. അവർക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന നടത്തുക. കാരണം ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശങ്ങൾ വലിയ ശബ്ദങ്ങളിലൂടെയല്ല വരുന്നത്, വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ സൂചനകളിലൂടെയാണ് വരുന്നത് എന്ന് വിശ്വസിക്കുക. ആ സൂചനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: സ്നേഹത്തോടെ നമ്മെ ഓർക്കുന്നവർ ഈ ലോകം വിട്ടു പോയാലും അവരുടെ ഓർമ്മകളും അനുഗ്രഹങ്ങളും ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. അപ്പൊ ഇതാണ് 5ാമത്തെ സൂചന എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 6ാമത്തെ സൂചനയെ കുറിച്ച് നോക്കാം. പഴയ ഫോട്ടോകളും വസ്തുക്കളും അപ്രതീക്ഷിതമായിട്ട് മുന്നിലെത്തുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില വസ്തുക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വിലയുണ്ട്, അല്ലെ? അത് സ്വർണമോ വെള്ളിയോ ആയതുകൊണ്ടല്ല, മറിച്ച് അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന ഓർമ്മകൾ കൊണ്ടാണ്. ഒരു പഴയ ഫോട്ടോ, ഒരു വാച്ച്, ഒരു പേന, ഒരു പ്രാർത്ഥനാ പുസ്തകം, അല്ലെങ്കിൽ നമ്മുടെ പിതാവോ മാതാവോ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വസ്തു, ഇവയെല്ലാം വെറും വസ്തുക്കളല്ല, അവയ്ക്കൊപ്പം ഒരുപാട് ഓർമ്മകളും വികാരങ്ങളും സ്നേഹവും ചേർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ പിതൃക്കളുടെ സാന്നിധ്യവുമായിട്ട് പലരും ബന്ധപ്പെടുത്തുന്ന മറ്റൊരു സൂചനയാണ് പഴയ ഫോട്ടോകളോ അവരുടെ വസ്തുക്കളോ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. വർഷങ്ങളായിട്ട് നമ്മൾ തുറക്കാത്ത ഒരു അലമാര നിങ്ങൾ വൃത്തിയാക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ പിതാവിന്റെ ഒരു പഴയ ഫോട്ടോ കയ്യിൽ കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ അന്വേഷിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് അമ്മയുടെ ഒരു പഴയ ചിത്രം പുറത്തേക്ക് വീഴുന്നു. ആ നിമിഷം നിങ്ങളുടെ മനസ്സിൽ എന്ത് സംഭവിക്കും? ഒരു നിമിഷത്തേക്ക് സമയം നിശ്ചലമായതുപോലെ തോന്നും, അല്ലെ? പഴയ ഓർമ്മകൾ ഒന്നൊന്നായിട്ട് മനസ്സിലേക്ക് ഒഴുകിയെത്തും. അവരുടെ ചിരി, അവരുടെ വാക്കുകൾ, അവരുടെ സ്നേഹം എല്ലാം വീണ്ടും മനസ്സിൽ തെളിയും. ആത്മീയ വിശ്വാസങ്ങളിൽ ഇത്തരം നിമിഷങ്ങളെ ചിലർ പിതൃക്കളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങളെ മറക്കരുത്, ഞങ്ങളുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. അതൊരു നിശബ്ദ സന്ദേശം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുക്കാൻ പോകുന്ന സമയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതൽ അത്ഭുതപ്പെടാറുണ്ട്. ചിലർ പറയാറുണ്ട്, വളരെ വിഷമിച്ചിരുന്ന ഒരു ദിവസം പെട്ടെന്ന് വർഷങ്ങളായിട്ട് കാണാതിരുന്ന അമ്മയുടെ ഫോട്ടോ മുന്നിൽ വന്നതായിട്ട്. മറ്റു ചിലർ പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പിതാവിന്റെ പഴയ കത്ത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതായിട്ട്. ആ കത്തിലെ വാക്കുകൾ അവർക്ക് പുതിയ ധൈര്യം നൽകിയതായി. ഇത് അത്ഭുതമാണോ അല്ലെങ്കിൽ യാദൃശ്ചികതയാണോ? അതിന് വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അത്തരം നിമിഷങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കും. കാരണം മരിച്ചുപോയ ആളുകൾ പലപ്പോഴും നമ്മുടെ ഓർമ്മകളിലൂടെയാണ് വീണ്ടും ജീവിക്കുന്നത്. ഒരു പഴയ ഫോട്ടോ കാണുമ്പോൾ അവർ വീണ്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നും. ഒരു പഴയ വസ്തു കയ്യിലെടുക്കുമ്പോൾ അവർ അത് സ്പർശിച്ചതിന്റെ ഓർമ്മ മനസ്സിലേക്ക് വരും. അതിനാലാണ് ഓർമ്മകൾക്ക് ഇത്രയും ശക്തിയുള്ളത്. ചില കുടുംബങ്ങളിൽ ഒരു പ്രത്യേക അനുഭവം പറയാറുണ്ട്. പിതൃതിഥി ദിവസങ്ങളിലോ വാർഷിക ദിനങ്ങളിലോ പെട്ടെന്ന് പഴയ ആൽബങ്ങൾ കണ്ണിൽപ്പെടും, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ മുന്നിലേക്ക് വരും. അത് വെറും യാദൃശ്ചികതയായിരിക്കാം, പക്ഷെ ആ നിമിഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് അവരെ ഓർക്കുകയും അവരുടെ നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ വസ്തുക്കൾ ഒരു വലിയ ദൗത്യം തന്നെയാണ് നിർവഹിക്കുന്നത്. അവ നമ്മെ നമ്മുടെ വേരുകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു, നമ്മൾ ആരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ സ്നേഹിച്ചവരെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പിതൃക്കളുടെ ഒരു പഴയ ഫോട്ടോ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പഴയ വസ്തു പെട്ടെന്ന് കയ്യിൽ കിട്ടിയാൽ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ഒരു നിമിഷം നിർത്തി അവരെ സ്മരിക്കുക, അവർക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന നടത്തുക. കാരണം ചിലപ്പോൾ ഒരു പഴയ ഫോട്ടോയ്ക്ക് പോലും 1000 വാക്കുകൾ പറയാൻ കഴിയും. ഒരു പഴയ വസ്തുവിന് പോലും വർഷങ്ങളായിട്ട് പറയാതെ കിടന്നിരുന്ന ഓർമ്മകളെ ഉണർത്താൻ കഴിയും. ആ ഓർമ്മകളിലൂടെയാണ് പലർക്കും അവരുടെ പിതൃക്കളുടെ സ്നേഹവും അനുഗ്രഹവും വീണ്ടും അനുഭവപ്പെടുന്നത്. കാരണം മരണം ഒരു മനുഷ്യനെ നമ്മിൽ നിന്ന് അകറ്റിയേക്കാം, പക്ഷെ അവരുടെ ഓർമ്മകളെ ഒരിക്കലും അകറ്റാൻ കഴിയില്ല. ഇതാണ് 6ാമത്തെ സൂചന എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 7ാമത്തെ സൂചനയെ കുറിച്ച് നോക്കാം. ഓർമ്മകൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി നൽകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സംഗീതം. ഒരു പാട്ട്, ഒരു ഭക്തിഗാനം, ഒരു ശ്ലോകം, അല്ലെങ്കിൽ ഒരു ചെറിയ സംഗീത ശകലം പോലും വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകളെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ മരിച്ച പിതൃക്കളുടെ സാന്നിധ്യവുമായിട്ട് പലരും ബന്ധപ്പെടുത്തുന്ന മറ്റൊരു സൂചനയാണ് അവരുടെ പ്രിയപ്പെട്ട പാട്ടുകളോ ഭക്തിഗാനങ്ങളോ അപ്രതീക്ഷിതമായിട്ട് കേൾക്കുന്നത്. ഒരു ഉദാഹരണം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ ഒരു പ്രത്യേക ഭക്തിഗാനം കേൾക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രത്യേക ശ്രീകൃഷ്ണ ഭക്തിഗാനം വളരെ ഇഷ്ടമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, അവർ ഈ ലോകം വിട്ടുപോയി. എന്നാൽ ഒരു ദിവസം നിങ്ങൾ അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പാട്ട് എവിടെയോ നിന്ന് കേൾക്കുകയാണ്. ഒരുപക്ഷെ ഒരു കടയിൽ നിന്നാകാം, ഒരു വാഹനത്തിൽ നിന്നാകാം,
റേഡിയോയിലൂടെ ആകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ആ ഗാനം മുന്നിൽ വന്നേക്കാം. ആ നിമിഷം മനസ്സിൽ ഒരു പ്രത്യേക വികാരം നിറയും. കാരണം ആ പാട്ട് കേൾക്കുന്നത് മാത്രമല്ല സംഭവിക്കുന്നത്, അതോടൊപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട നൂറുകണക്കിന് ഓർമ്മകളും മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നു. അവർ ആ പാട്ട് പാടിയിരുന്നത്, അത് കേട്ട് സന്തോഷിച്ചിരുന്നത്, ആ ഗാനത്തോടുള്ള അവരുടെ ഭക്തി, ഇതെല്ലാം വീണ്ടും മനസ്സിൽ തെളിയും. ആത്മീയ വിശ്വാസങ്ങളിൽ ചിലർ ഇതിനെ പിതൃക്കളുടെ ഒരു ഓർമ്മപ്പെടുത്തലായി കാണുന്നു. അവർ നേരിട്ട് സംസാരിക്കുന്നില്ല, പക്ഷെ അവർ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിലൂടെ അവരുടെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ചിലർ പറയാറുണ്ട്, വളരെ വിഷമത്തിലായിരുന്ന ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അമ്മ ഇഷ്ടപ്പെട്ടിരുന്ന ഭക്തിഗാനം കേട്ടപ്പോൾ അവരുടെ മനസ്സിന് വലിയ ആശ്വാസം ലഭിച്ചു എന്ന്. മറ്റു ചിലർ പറയുന്നത്, ജീവിതത്തില് വലിയൊരു തീരുമാനമെടുക്കാൻ പോകുന്ന സമയത്ത് പിതാവ് സ്ഥിരമായിട്ട് കേട്ടിരുന്ന ഒരു ശ്ലോകം കേൾക്കാൻ ഇടയായതായി. ആ നിമിഷം മുതൽ അവരുടെ മനസ്സിൽ ഒരു ധൈര്യവും ആത്മവിശ്വാസവും വന്നതായി. ഇവയെല്ലാം ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ്. ഇതിന് ശാസ്ത്രീയമായിട്ട് പല വിശദീകരണങ്ങളും ഉണ്ടായേക്കാം. കാരണം സംഗീതം മനുഷ്യന്റെ ഓർമ്മകളുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു പാട്ട് കേൾക്കുമ്പോൾ പഴയ അനുഭവങ്ങൾ സ്വാഭാവികമായി മനസ്സിലേക്ക് വരും. എന്നാൽ ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് അത് ഒരു സാധാരണ ഓർമ്മ മാത്രമല്ല, അത് അവരുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ പ്രതിധ്വനിയാണ്. ഒരു നിമിഷത്തേക്കെങ്കിലും അവർ വീണ്ടും അടുത്തുണ്ടെന്ന തോന്നൽ നൽകുന്ന ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. കാരണം ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് സ്വാഭാവികമായി ശാന്തമാകുന്നു, പ്രാർത്ഥനാഭാവം വർദ്ധിക്കുന്നു. ആ സമയത്ത് നമ്മുടെ പിതൃക്കളെ സ്മരിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം ലഭിക്കുന്നത് പോലെ പലർക്കും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതൃക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഇഷ്ടഗാനം അപ്രതീക്ഷിതമായിട്ട് കേൾക്കാൻ ഇടയായാൽ അത് ഒരു നിമിഷം ആസ്വദിക്കുക. ആ ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അവർക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന നടത്തുക. കാരണം ചിലപ്പോൾ ഒരു പാട്ടിന് വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കാൻ കഴിയും. ഒരു ഭക്തിഗാനത്തിന് വർഷങ്ങളായിട്ട് ഹൃദയത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഓർമ്മകളെ ഉണർത്താൻ കഴിയും. ആ ഓർമ്മകളിലൂടെയാണ് പലർക്കും അവരുടെ പിതൃക്കളുടെ സ്നേഹവും അനുഗ്രഹവും വീണ്ടും അനുഭവപ്പെടുന്നത്. കാരണം ഒരു മനുഷ്യൻ ഈ ലോകം വിട്ടുപോയാലും അവർ സ്നേഹിച്ച സംഗീതവും അവർ നൽകിയ ഓർമ്മകളും നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിച്ചിരിക്കും. അപ്പോൾ ഇതാണ് 7ാമത്തെ സൂചന എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 8ാമത്തെ സൂചനയെക്കുറിച്ച് പറയാം. സഹായം ആവശ്യമായ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംരക്ഷണം ലഭിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. അന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു? ആ സമയത്ത് ആ വ്യക്തി എങ്ങനെ അവിടെ എത്തി? ആ തീരുമാനമെടുക്കാൻ എനിക്ക് എങ്ങനെ തോന്നി? ഇത്തരം ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടാറില്ല. ആത്മീയ വിശ്വാസങ്ങളിൽ അത്തരത്തിലുള്ള ചില സംഭവങ്ങളെ പിതൃക്കളുടെ അനുഗ്രഹമോ അദൃശ്യ സംരക്ഷണമോ ആയി കാണാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട്, നിങ്ങളൊരു യാത്ര പോവുകയാണ്, എല്ലാം തയ്യാറായി കഴിഞ്ഞു. പക്ഷെ അവസാന നിമിഷം എന്തോ ഒരു കാരണത്താൽ യാത്ര മാറ്റിവെക്കേണ്ടി വരുന്നു. പിന്നീട് അറിയുന്നു ആ യാത്രയിൽ വലിയൊരു അപകടം സംഭവിച്ചു എന്ന്. അപ്പോൾ പലരുടെയും മനസ്സിൽ ഒരു ചിന്ത വരും, ആരോ എന്നെ രക്ഷിച്ചു. അതുപോലെ ചിലപ്പോൾ ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ പോകുമ്പോൾ മനസ്സ് പെട്ടെന്ന് പറയും, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നും, ഇത് ചെയ്യരുത്. പിന്നീട് മനസ്സിലാകും ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കുമായിരുന്നു എന്ന്. ഇത്തരം അനുഭവങ്ങൾ പലരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. ചിലർ അത് ദൈവാനുഗ്രഹം എന്ന് പറയും, ചിലർ ഭാഗ്യം എന്ന് പറയും, മറ്റു ചിലർ പിതൃക്കളുടെ അനുഗ്രഹം എന്ന് വിശ്വസിക്കും. പ്രത്യേകിച്ച് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർക്ക് ഇത്തരം നിമിഷങ്ങൾ വളരെ വികാരഭരിതമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. കാരണം അവർക്ക് തോന്നുന്നത്, എൻ്റെ അച്ഛൻ ഇന്നും എന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഇന്നും എന്നോടൊപ്പമുണ്ട് എന്നതാണ്. ആ വിശ്വാസം തന്നെയാണ് ജീവിതത്തിലെ പല ഇരുണ്ട നിമിഷങ്ങളിലും മനുഷ്യനെ മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകുന്നത്. ഇനി അടുത്തതായിട്ട് 9ാമത്തെ സൂചന എന്ന് പറയുന്നത് വീട്ടിലെ വിളക്കിന്റെ ജ്വാലയിൽ കാണുന്ന പ്രത്യേക സൂചനകളാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വിളക്കിന് വളരെ വലിയ സ്ഥാനമുണ്ട്. ഒരു വീട് എത്ര ചെറുതായാലും അവിടെ ഒരു നിലവിളക്ക് തെളിയിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു വെളിച്ചമല്ല, അത് പ്രതീക്ഷയുടെ പ്രതീകമാണ്, ഭക്തിയുടെ പ്രതീകമാണ്, ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ പഴയ കാലം മുതൽ നമ്മുടെ പൂർവികർ വിളക്കുമായിട്ട് ബന്ധപ്പെട്ട ചില അനുഭവങ്ങളെ ആത്മീയമായി വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. മരിച്ച പിതൃക്കളുടെ സാന്നിധ്യവുമായിട്ട് ചിലർ ബന്ധപ്പെടുത്തുന്ന ഒരു സൂചനയാണ് പൂജാമുറിയിലെ വിളക്കിന്റെ ജ്വാലയിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ. സാധാരണ ദിവസങ്ങളെക്കാൾ കൂടുതൽ പ്രകാശത്തോടെ വിളക്ക് കത്തുന്നത്, അല്ലെങ്കിൽ കാറ്റില്ലാത്ത സമയത്ത് പോലും ജ്വാല പ്രത്യേക രീതിയിൽ ചലിക്കുന്നത്,
ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കിടയിൽ വിളക്കിന്റെ വെളിച്ചം കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഇത്തരം അനുഭവങ്ങൾ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് പിതൃതിഥി ദിവസങ്ങളിലും വാർഷിക ദിനങ്ങളിലും ശ്രാദ്ധ ദിനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആളുകൾ കൂടുതൽ വികാരഭരിതരാകാറുണ്ട്. കാരണം ആ സമയത്ത് അവരുടെ മനസ്സ് ഇതിനകം തന്നെ പിതൃസ്മരണകളാൽ നിറഞ്ഞിരിക്കും. അപ്പോൾ വിളക്കിന്റെ ജ്വാലയിൽ ചെറിയൊരു വ്യത്യാസം പോലും അവരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരും. നമ്മുടെ മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും പലപ്പോഴും പറയാറുണ്ടായിരുന്നു, വിളക്ക് തെളിയുമ്പോൾ ഭക്തിയോടെ നോക്കണം. കാരണം വിളക്ക് വെറുമൊരു അഗ്നിയല്ല, അത് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു ശക്തിയാണ്, നമ്മുടെ ചിന്തകളെ ശാന്തമാക്കുന്ന ഒരു മാർഗമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കിടയിൽ വിളക്കിലേക്ക് നോക്കുമ്പോൾ ചിലർക്ക് ഒരു പ്രത്യേക സമാധാനം അനുഭവപ്പെടും, ചിലർക്ക് കണ്ണുകൾ നിറയും, ചിലർക്ക് മനസ്സിൽ ആശ്വാസം തോന്നും. അപ്പോൾ അവർക്ക് തോന്നാം, എൻ്റെ പിതൃക്കൾ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാകാം. ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. എന്നാൽ അതിലൂടെ ലഭിക്കുന്ന സമാധാനം യഥാർത്ഥമാണ്. നമ്മൾ സ്നേഹിച്ചവർ ശരീരമായി നമ്മോടൊപ്പം ഇല്ലെങ്കിലും അവരുടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഇന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് 10ാമത്തെ സൂചന എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള മനസ്സമാധാനമാണ്. ഒരുപാട് വിഷമത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഒരു ശാന്തത അനുഭവപ്പെടുക, കാരണമില്ലാതെ ഒരു ആശ്വാസം ലഭിക്കുക, എല്ലാം ശരിയാകും എന്നൊരു ഉറച്ച വിശ്വാസം മനസ്സിൽ വരിക. ഇത് പലരും പിതൃ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ടാണ് കരുതുന്നത്. ഇനി അടുത്തത് 11ാമത്തെ സൂചന പ്രാർത്ഥനയ്ക്കിടെ കണ്ണുനീർ വരിക. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കണ്ണുനീർ ഒഴുകും. അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിന്റെ കണ്ണുനീരായിരിക്കും. അത്തരം നിമിഷങ്ങളിൽ പിതൃ സാന്നിധ്യം അനുഭവപ്പെട്ടതായിട്ട് പലരും പറയാറുണ്ട്. 12ാമത്തെ സൂചന എന്ന് പറയുന്നത് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ തുടർച്ചയായിട്ട് വരിക എന്നുള്ളതാണ്. ഒരു ദിവസം മുഴുവൻ അവരുടെ ഓർമ്മകൾ മനസ്സിൽ നിറയുക, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് മുന്നിൽ വരിക, അവരുടെ വാക്കുകൾ ഓർമ്മയിൽ വരിക, അവരുടെ ഉപദേശങ്ങൾ മനസ്സിൽ മുഴങ്ങുക. ഇതെല്ലാം അവർ നിങ്ങളെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണെന്ന് ചില ആത്മീയ വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഈ 12 സൂചനകളും ആത്മീയ വിശ്വാസങ്ങളുടെയും പലരുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളവയാണ്. ഇവയെല്ലാം നിർബന്ധമായിട്ടും അമാനുഷിക സംഭവങ്ങളാണെന്ന് പറയാനാകില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പിതൃക്കൾ നമ്മളെ പഠിപ്പിച്ച നല്ല മൂല്യങ്ങൾ, അവരുടെ സ്നേഹം, അവരുടെ അനുഗ്രഹം എന്നിവ ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. അവരെ സ്മരിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക, സാധിക്കുമെങ്കിൽ പിതൃതർപ്പണവും ദാനധർമ്മങ്ങളും ചെയ്യുക. കാരണം മരണം ശരീരത്തിന്റെ അവസാനമായിരിക്കാം, പക്ഷെ സ്നേഹത്തിന്റെ അവസാനമല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പിതൃക്കളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നെങ്കിൽ തീർച്ചയായിട്ടും ഓം ശാന്തി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിതൃക്കൾക്ക് നിത്യശാന്തി ലഭിക്കട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.